السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى من اتبعهم بإحسان إلى يوم الدين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷം നമ്മളിലെല്ലാവരും വർഷിക്കുമാറാവട്ടെ. പരിശുദ്ധ റമളാൻ തുടങ്ങി അത് അവസാനിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇത്രയും നാൾ വലിയ കുഴപ്പവും പ്രയാസങ്ങളൊന്നുമില്ലാതെ ഈ റമദാനിൻ്റെ ദിനരാത്രങ്ങളെ ഏറ്റവും പ്രൊഡക്റ്റീവായി തന്നെ കൊണ്ടുപോകാൻ, പരമാവധി നന്മകൾ നിറഞ്ഞുകൊണ്ട് തന്നെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കൊക്കെ സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ടാകും. പോരായ്മകളുണ്ടെങ്കിൽ തിരുത്താനുള്ള വളരെ കുറഞ്ഞ സമയം മാത്രമേ ഇനി ബാക്കിയുള്ളൂ എന്ന ചിന്തയും നമുക്കുണ്ടാവണം. ഇനിയൊരു റമളാൻ നമുക്ക് ലഭ്യമാകുമോ എന്നതിനെക്കുറിച്ച് ഒരു പ്രതീക്ഷയുമില്ലാത്തവർ ആണ് നമ്മൾ എന്ന ചിന്ത നമ്മെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കണം. ഈ റമളാനിൽ തന്നെ നമുക്കിടയിൽ നിന്ന് വിട പറഞ്ഞു പോയ, പ്രത്യേകിച്ച് നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ ഭാരവാഹി കൂടിയായിരുന്ന ലത്തീഫ് സാഹിബ് അടക്കമുള്ള ആളുകൾ ഇതിനിടയിൽ വിട പറഞ്ഞു പോയിട്ടുമുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ, ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഒന്നും പ്രതീക്ഷിക്കാത്ത വിധം, ഒന്നും പ്രതീക്ഷിക്കാനാവാത്ത വിധമുള്ള ഒരു ജീവിതക്രമമാണ് നമുക്കുള്ളത്. അതുകൊണ്ട് തന്നെ കിട്ടിയ അവസരങ്ങളെ ഏറ്റവും ധന്യമായി ഉപയോഗപ്പെടുത്തുക എന്നത് തന്നെയാണ് ഒരു സത്യവിശ്വാസി എന്ന നിലയിൽ നമ്മുടെയൊക്കെ ബാധ്യത. ഈ റമദാൻ കഴിയുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആമീൻ പറഞ്ഞതും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചതുമായ ഒരു പ്രാർത്ഥന, അതും പള്ളിയുടെ മെമ്പറിൽ വെച്ച് നടത്തിയ ആ പ്രാർത്ഥനക്ക് ഒരിക്കലും തന്നെ ആ പ്രാർത്ഥനയുടെ അപകടകരമായ അവസ്ഥ നമുക്ക് ബാധിക്കാതിരിക്കാൻ, റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യൻ, അയാൾക്ക് റമദാൻ കിട്ടി, പക്ഷെ ഫലം യുഗ്ഫറ ലഹ്, അയാൾക്ക് ഒരു പാപം പൊറുക്കാൻ പര്യാപ്തമായില്ല ആ റമദാൻ. നമുക്ക് നിങ്ങൾ അല്ലാഹ് പാപം പൊറുത്ത് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. എത്ര വലിയ പാപം ചെയ്തവനും പടച്ചോൻ അത് പൊറുത്തു തരും, നിങ്ങൾ നിരാശരാവണ്ട എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ പാപം പൊറുപ്പിക്കാനുള്ള ഒരു മനസ്സ് കാണിക്കാത്തവൻ, അവൻ നാശമടയട്ടെ, അവന് നാശം എന്ന് പറഞ്ഞാൽ ആമീൻ എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടുപോകാതിരിക്കാനെങ്കിലും നാം ഗൗരവമായി കാണേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിന് പറ്റിയ കുറഞ്ഞ അവസരം കൂടിയേ നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളൂ എന്ന് നാം കൃത്യമായും ആലോചിക്കണം. വിശുദ്ധ ഖുർആൻ അതാണല്ലോ ഈ റമദാനിൻ്റെ പ്രതിപാദ്യ വിഷയം.
പരിശുദ്ധ റമദാനിൽ നമ്മൾ നോമ്പനുഷ്ഠിക്കുന്നത് വിശുദ്ധ റമദാനിൽ ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങി എന്നതുകൊണ്ട് തന്നെയാണ്. ശഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അനുയായികളായി മാറാനും ആ വിശുദ്ധ ഗ്രന്ഥം നമ്മോട് എന്തൊക്കെ പറയുന്നുണ്ട് എന്ന് കൃത്യമായി ബോധ്യപ്പെടാനും അത് ജീവിതത്തിന്റെ ഓരോ മേഖലകളിലൂടെയും അതിൻ്റെ ഭാഗമായി നിലനിൽക്കാനും നമുക്ക് സാധിക്കുക എന്നതാണ് ഈ വൈകിയ വേളയിൽ നമ്മൾ ഒന്നുകൂടെ ആലോചിക്കേണ്ടതും പ്രതിജ്ഞ എടുക്കേണ്ടതും. ഈ റമദാനിൽ നമ്മൾ പരമാവധി ഖുർആനുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ ഖുർആനെ അതുപോലെ തന്നെ അതിനേക്കാൾ അപ്പുറം ഇനി പടച്ച തമ്പുരാൻ നമുക്ക് എത്രയാണ് ആയുസ് തരുന്നത് അത്രയും കാലം ആ ഖുർആനോടൊട്ടി നിൽക്കാനും ആ ഖുർആൻ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റാനും അത് നമ്മുടെ വഴികാട്ടി എന്ന നിലക്ക് അങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് ആ ജീവിതം ധന്യമാക്കാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി നാം പ്രതിജ്ഞ എടുക്കേണ്ടതുണ്ട്. ആ സന്ദർഭം കൂടിയാണ് ഇത്. സഹോദരങ്ങളെ, ഖുർആൻ നമ്മോട് എന്തൊക്കെയാ പറയുന്നത്? നമുക്ക് ഏതൊക്കെ തരത്തിലാണ് ഖുർആൻ നമ്മെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്? ഖുർആൻ ഒരു വിഷയം പറയുമ്പോൾ അത് ലളിതമായി മനസ്സിലാക്കാവുന്ന തരത്തിൽ എത്ര ഉദാഹരണങ്ങളാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പാരായണത്തിനിടയിൽ, പഠനത്തിനിടയിൽ, ഓത്തിനിടയിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? അതാണ് നാം ഗൗരവമായി ആലോചിക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് ഉപമകളുണ്ട്. നമ്മൾ മനുഷ്യരായ ആളുകൾ സംസാരത്തിനിടയിൽ പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് കൺവേ ചെയ്തു കൊടുക്കുന്നത്, അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ആ വിഷയം ലളിതമായി അയാളുടെ മനസ്സിലേക്ക് തങ്ങി നിൽക്കാൻ പാകത്തിൽ അത് ബോധ്യപ്പെടുത്തുമ്പോൾ ഉദാഹരണങ്ങൾ വെക്കാറുണ്ട്, ഉദാഹരണങ്ങൾ പറയാറുണ്ട്. അറബികൾക്കിടയിൽ അത് സാധാരണയായിരുന്നു, മലയാളികളും അത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു ക്രമത്തിൽ തന്നെയാണ് വിശുദ്ധ ഖുർആനിൽ ഓരോ അധ്യാപനങ്ങളും ഓരോ വിഷയങ്ങളും, വളരെ ഗൗരവമായ വിഷയങ്ങൾ തൊട്ട് വളരെ ചെറിയ വിഷയങ്ങളടക്കം അള്ളാഹു മനുഷ്യരെ ബോധ്യപ്പെടുത്തുന്നത് ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ടാണ്. ആ ഉദാഹരണങ്ങളാണ് നമുക്ക് എളുപ്പം മനസ്സിലാക്കാനും മനസ്സിൽ തങ്ങി നിൽക്കാനും, എന്നാൽ ആ വിഷയത്തിൻ്റെ ഗൗരവം ചോർന്നു പോകാതെ അത് മനസ്സിൽ തങ്ങി നിൽക്കാനും ഒക്കെ പര്യാപ്തമാകുന്നത്. ഖുർആൻ വലഖദ് സർറഫ്നാ ലിന്നാസി ഫി ഹാദൽ ഖുർആനി മിൻ കുല്ലി മസൽ ഫഅബാ അക്സറുൻ നാസി ഇല്ലാ കഫൂറാ. ഖുർആൻ ജനങ്ങൾക്ക് വേണ്ടി അതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ വിശദീകരിക്കുകയുണ്ടായി. പക്ഷേ അധികം ആളുകളും അത് മനസ്സിലാക്കാതെ നിരസിച്ചുകൊണ്ട് അവൻ അങ്ങനെ ജീവിച്ചു കൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു. അള്ളാന്റെ പ്രഖ്യാപനമാണ്. മനുഷ്യ, നിനക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിൽ ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ നിന്റെ മുമ്പിൽ ഒരുപാട് വിശദീകരിച്ച് തരുന്നുണ്ട്. പക്ഷെ അധിക ആളുകളും അത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ അതിൽ എന്താണ് പടച്ചോൻ ഉദ്ദേശിച്ചതെന്ന് പോലും നോക്കാൻ സമയം കണ്ടെത്താതെ നമ്മൾ ജീവിച്ച് തീർക്കുകയാണ് നമ്മുടെ ആയുസ്. ഖുർആൻ ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ ഫമാ ഫൗഖഹാ ഫഅമ്മ الذين آمنوا فيعلمون أنه الحق من ربهم وأما الذين كفروا فيقولون ماذا أراد الله بهذا مثلا يضل به كثيرا ويهدي به كثيرا وما يضل به إلا الفاسقين. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദാഹരണങ്ങൾ വെക്കുന്നതിൽ ഒരു കുറവുമില്ലാത്തവൻ, ഒരു ലജ്ജയും കാണിക്കാത്തവനാ. കാരണം ഇന്നല്ലാഹ ലാ യസ്തഹി അൻ യദ്രിബ മസലൻ മാ ബഊലതൻ, ചെറിയ പ്രാണിയായ കൊതുക് മുതൽ വമാ ഫൗഖഹാ, അതിന് മുകളിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെയും, അങ്ങനെ കൊതുക് മുതൽ അതിന് മുകളിലുള്ള ഏതൊക്കെ ജീവിയെ അള്ളാഹ് സൃഷ്ടിച്ച സൃഷ്ടികളായി ഇതൊക്കെ, ആ സൃഷ്ടികളെ കൊണ്ടൊക്കെ പടച്ച തമ്പുരാന് കൃത്യമായ ലക്ഷ്യവുമുണ്ട്. ആ സൃഷ്ടികളൊക്കെ ആ സൃഷ്ടികളുടേതായ രൂപത്തിൽ ജീവിക്കുകയും അതനുസരിച്ച് ഉപജീവനം തേടുകയും അതനുസരിച്ച് അത് തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ബുദ്ധിമാനായ മനുഷ്യൻ, എല്ലാം തികഞ്ഞ മനുഷ്യൻ, വലഖദ് കറംനാ ബനി ആദം, ആദം സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു, ബഹുമാനിച്ചിരിക്കുന്നു. അങ്ങനെ ആദരവും ബഹുമാനവും ഒക്കെ നേടിയിട്ടുള്ള മനുഷ്യന് ഈ പറഞ്ഞ ചെറിയ കൊതുകിനെ വെച്ചിട്ട് എന്തിനു ഉദാഹരിക്കണം?
ഈ പറഞ്ഞ കൊതുകിന് മുകളിലുള്ള മറ്റു സൃഷ്ടിജാലങ്ങളെ വെച്ചുകൊണ്ട് എന്തിനു ഉദാഹരിക്കണം? അത് തന്നെയാണ് പടച്ച തമ്പുരാൻ പറയുന്നത്. വഅമ്മല്ലദീന ആമനു, സത്യവിശ്വാസികളായ ആളുകൾ, ഫയഅലമൂന അന്നഹുൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അവർ അല്ലാഹു പറഞ്ഞതാണ് സത്യം, അല്ലാഹു ഈ സൂചിപ്പിക്കുന്നത് സത്യമാണ് എന്നവർക്ക് ബോധ്യപ്പെടാനും. വഅമ്മല്ലദീന കഫറു ഫയഖൂലൂന മാദാ അറാദല്ലാഹു ബിഹാദാ മസല, വീണ്ടും ഇരുട്ടിത്തപ്പാണ്. എന്തിനാ പടച്ചോൻ ഈ ഉദാഹരണമൊക്കെ പറഞ്ഞത്? എന്താ ഇപ്പം ഉദാഹരണം കൊണ്ടൊരു കാര്യം? എന്തിനാ ഇപ്പം ഇത്ര നിസാരമായ ജീവിയെ കൊണ്ട് ഉദാഹരിക്കുന്നത്? അങ്ങനെ തിരിച്ചറിയാനാവാത്ത വിധം അവൻ അങ്ങോട്ട് പിന്നോട്ട് പോവുകയും ചെയ്യും. വമാ യുളില്ലു ബിഹി കതീറൻ യുളില്ലു ബിഹി കതീറൻ വയഹ്ദീ ബിഹി കതീറ, ഒരുപാട് ആളുകൾ വഴിവെച്ചു പോകും, ഒരുപാട് ആളുകൾ ഹിദായത്തും ലഭിക്കും. വമാ യുളില്ലു ബിഹി ഇല്ലൽ ഫാസിഖീൻ, എന്നിട്ട് ഒന്നുകൂടി ഉറപ്പിച്ചു പറയാ പടച്ചോൻ, ഒറ്റ ഫാസിക്കുകളായ, തോന്യാസികളായ, അധർമ്മകാരികളായ ആളുകളല്ലാതെ വഴി പഴിച്ചു പോകൂല എന്ന്. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ശരാശരി ഒരു മനുഷ്യന് കൂടുതൽ വിജ്ഞാനങ്ങളൊന്നും കരസ്ഥമാക്കാൻ കഴിയാത്ത, അങ്ങനെ വലിയ വലിയ സിദ്ധാന്തങ്ങളൊന്നും തലയിൽ കയറാൻ കഴിവില്ലാത്ത സാധാരണക്കാരായ ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഉദാഹരണം ഉണ്ടല്ലോ, പെട്ടെന്ന് തലയിൽ കയറും. ആ തലയിൽ കയറുന്ന വഴി ശരി, ഞാൻ പോകുന്ന വഴി ശരിയല്ലല്ലോ, എൻ്റെ ചിന്താഗതികൾ മാറ്റണമല്ലോ, ഇത് സിട്ടാവായ പടച്ചവൻ ആ സിട്ടിയെക്കുറിച്ച് എന്നെ ഉപദ്രവിക്കുമ്പോൾ, എനിക്ക് ഉദാഹരണമായി കാണിക്കുമ്പോൾ അതിൽ ഒരുപാട് സത്യമുണ്ടല്ലോ, അത് ഞാൻ തിരിച്ചറിയണമല്ലോ. അങ്ങനെ വളരെ അധർമ്മകാരിയല്ലാത്ത ആളുകളൊക്കെ ഈ ഉദാഹരണങ്ങൾ കാണുമ്പോൾ തിരിച്ചു നടക്കും എന്ന് തന്നെയാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഞാൻ സൂചിപ്പിക്കുന്നത്, വിശുദ്ധ ഖുർആന്റെ പാരായണം നമ്മളിങ്ങനെ നിർവഹിക്കുമ്പോൾ ഇതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട്. അത് എന്നോട് എങ്ങനെ സംവദിക്കുന്നു, ഞാനടങ്ങുന്ന എൻ്റെ മനുഷ്യൻ, ഞാനെന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെ ഏതൊക്കെ തരത്തിൽ അത് പ്രതിപാദിക്കുന്നു, ഈ സ്വഭാവത്തെ ഞാൻ ഏതൊക്കെ രീതിയിൽ മാറ്റേണ്ടതുണ്ട് എന്ന് പല ഉദാഹരണങ്ങൾ വെച്ച് പടച്ചോൻ പറയുന്നു. അത് ഞാൻ എത്ര ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ആലോചന നടത്താൻ വേണ്ടിയാണ് ഖുർആൻ ഈ ഉദാഹരണങ്ങളെ നമുക്ക് മുമ്പിൽ വെക്കുന്നത്. ഒരുപാട് ഉദാഹരണങ്ങൾ, ഞാൻ ചില ഉദാഹരണങ്ങൾ ഞാൻ സൂചിപ്പിക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആദിയാത്ത്, നമ്മളൊക്കെ ചെറുപ്പത്തിലെ ഓതി പഠിച്ച, നമുക്കൊക്കെ മനപ്പാടമുള്ള ഒരു സൂറത്താണ്. വൽ ആദിയാതി ലബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ ഫഅസർന ബിഹി നഖഅ ഫവസത്ന ബിഹി ജംഅ. 4-6 വചനങ്ങൾ ഒരു കുതിരയെ വർണ്ണിക്കുക പടച്ചോൻ, ഒരു കുതിരയെ ഉദാഹരണം പറയുക പടച്ചോൻ. ബുദ്ധിമാനായ മനുഷ്യനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഈ ബുദ്ധിമാനായ മനുഷ്യന്റെ മുമ്പിൽ ഒരു കുതിരയെ ഉദാഹരിക്കുന്നു പടച്ചോൻ. എന്നിട്ട് എന്താണ് ഈ മനുഷ്യൻ ആ കുതിര കൊണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് എന്നതാണ്. സാധാരണഗതിയിൽ ഓതുന്ന ഒരു മനുഷ്യന് കുതിര എന്താ? വലാദിയാതി ലബ്ഹ, കുളമ്പുരസി, പൊടിപടലങ്ങൾ പാറിച്ച്, അതും പുലർച്ചെ സമയത്ത്. ആ കുളമ്പുരസിക്കുന്ന സന്ദർഭത്തിൽ ആ കുളമ്പുരസിന്റെ ശക്തിയാൽ തീപ്പൊരിപ്പാറി, എന്നിട്ടോ ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് കുതിച്ചു ചാടുന്ന കുതിര, അങ്ങനെയാ പറയുന്നത്. വൽആദിയാതി ലബ്ഹ ഫൽമൂരിയാതി ഖദ്ഹ ഫൽമുഗീറാതി സുബ്ഹ. ഈ പറഞ്ഞ അർത്ഥത്തിന്റെ ആശയമാണ് ഞാൻ പറഞ്ഞത്. കുളമ്പുരസി അതിശക്തമായി സുപ്രഭാതത്തിൽ തന്നെ, ഏറ്റവും നല്ല മഞ്ഞുള്ള രാവിൽ തന്നെ പൊടിപടലങ്ങൾ പാറിച്ച് ആ ഉരസുന്ന ശക്തിയാൽ തീപ്പൊരിപ്പാറി, എന്നിട്ടോ ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് കുതിച്ച് ചാടുകയാണ് ആ കുതിര. അള്ളാഹ് കുതിരനെ വർണ്ണിച്ച് അവിടെ നിർത്തി. അതിനുശേഷമാണ് ബുദ്ധിമാനായ മനുഷ്യന് ഒന്നുകൂടെ ആലോചിക്കാനുള്ള സമയം തരുന്നത്. ഇന്നൽ ഇൻസാൻ ലിറബ്ബിഹി ലകനൂദ്, ഇന്നൽ ഇൻസാൻ ലിറബ്ബിഹി ലകനൂദ്. എന്നാ മനുഷ്യനോ, ഇതുവരെ കുതിരനെ പറഞ്ഞത്, ആ കുതിര കാണിക്കുന്ന ത്യാഗത്തിന്റെ, ആ കുതിര കാണിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ, ആ കുതിര കാണിക്കുന്ന ആ ഉത്സാഹത്തിന്റെ, അതിശക്തമായ ഒരു മടുപ്പുമില്ലാത്ത, പേടിയില്ലാത്ത, എന്താണോ തൻ്റെ യജമാനൻ പറഞ്ഞത് അത് കൃത്യമായി നിർവഹിക്കുന്ന. എന്താ ഈ കുതിരക്ക് ആ യജമാനൻ കൊടുത്തത്? കേവലം പുല്ലും കുറച്ച് വെള്ളവും ആ പറഞ്ഞ ഭക്ഷണമൊക്കെ, അത്രേ ഉള്ളൂ. അതിന് കാണിച്ച നന്ദിയാണ് ഈ പറഞ്ഞ തൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടാൻ സാധ്യതയുള്ള ശത്രു സൈന്യത്തിന്റെ ഇടയിലേക്ക് യജമാനൻ രക്ഷപ്പെടണം എന്ന ഒരേ ഒരു ചിന്ത കൊണ്ട് ആ കുതിര എടുത്ത് ചാടിയത്. എന്നാ മനുഷ്യനോ, ഇന്നൽ ഇൻസാൻ, എന്നാ മനുഷ്യനോ ലിറബ്ബിഹി ലകനൂദ്, അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനല്ലേ, അവന്റെ റബ്ബിനോട് നന്ദി കെട്ടവനല്ലേ.
ഈ കുതിരക്ക് കിട്ടുന്ന ഭക്ഷണവും വെള്ളവുമാണോ മനുഷ്യന് കിട്ടിയത്? അല്ലല്ലോ. ഈ പ്രപഞ്ചം മുഴുക്കേ മനുഷ്യന് തുറന്നിട്ടില്ലേ? ഇതെല്ലാം ആസ്വദിക്കാനും അനുഭവിക്കാനുമുള്ള എല്ലാ ബുദ്ധിയും കഴിവും വിവേകവും ഒക്കെ തന്നിട്ടില്ലേ? ഇതൊക്കെ തന്ന മനുഷ്യ, ആ റബ്ബിനോട് നന്ദി കാണിക്കാൻ നിനക്ക് സമയമില്ലല്ലേ? ഇതാ ഒരു ഉദാഹരണമാണത്. ഈ ഉദാഹരണത്തിൻ്റെ മുമ്പിൽ ഏത് സാധാരണക്കാരനും വീണുപോകും. ശരിയാ, ഞാൻ എൻ്റെ റബ്ബിനോട് സുജൂദ് ചെയ്താൽ മതിയാവോ? ഞാൻ ആ റബ്ബിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റൊരു ആലിഹത്തിന്, മറ്റ് ഇലാഹുകളോട്, മറ്റു ദേവീദേവന്മാരോട്, മറ്റു ശക്തികളോട്, മറ്റു വ്യക്തികളോട്, മറ്റു വഴികളിലേക്ക് നേർച്ചയും വഴിപാടുമായി പോയാൽ ആ റബ്ബ് വിടുമോ? നന്ദി കെട്ടവനായി ആ റബ്ബെന്നെ രേഖപ്പെടുത്തില്ലേ? ഈ ചിന്ത വരാനാണ് ആ അധ്യായം നമ്മെ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ ഉദാഹരണത്തിലൂടെ ഖുർആൻ നമ്മെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നുണ്ട്. മറ്റൊന്ന്, ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യർ. മഥലുഹും കമഥലിൽ ലദി ഇസ്തൗഖദ നാറാ ഫലമ്മാ അളഅത് മാ ഹൗലഹു ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون. കഴിഞ്ഞില്ല. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതും വറഅദും വബർഖ് യജ്അലൂന അസാബിയഹും ഫീ ആദാനിഹിം മിനസ് സവാഇകി ഹദറൽ മൗത്ത് വല്ലാഹു മുഹീത്തും ബിൽ കാഫിരീൻ. എന്താ പറഞ്ഞത്? അള്ളാന്റെ ഈ സത്യസന്ദേശത്തെ കൃത്യമായി ബോധ്യപ്പെടാൻ അവസരം കിട്ടിയിട്ടും, ഒരു വേള ആ വിഷയത്തിൽ, ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ പാകത്തിലുള്ള ജീവിതക്രമം ഉണ്ടാക്കിയിട്ടും, ആ ജീവിതക്രമം അങ്ങനെ തുടരുന്നതിനിടയ്ക്ക് ചില ഇബ്ലീസ്, മുനാഫിഖിന്റെ സ്വഭാവം, കാപ്പട്യം, പുറമെ കാണുമ്പോൾ നല്ല മാന്യൻ, ഉള്ളിൽ മഹാ കപട വിശ്വാസി. ഈ കപട വിശ്വാസിയെ അള്ളാഹ് ഉദാഹരിക്കുകയാണ്. ആ കപട വിശ്വാസിയുടെ പ്രത്യേകത, ഇസ്തൗഖദ നാറാ, വെളിച്ചം, പ്രകാശം അങ്ങോട്ട് കത്തിച്ചു പിടിച്ചിട്ടുണ്ട് നന്നായിട്ട്. എന്നിട്ട് വെളിച്ചമുണ്ട്, വെളിച്ചം കിട്ടിയിട്ടുണ്ട്. ആ വെളിച്ചം കണ്ട് മുമ്പോട്ട് പോകാനുള്ള വഴിയും കണ്ടിട്ടുണ്ട്. എല്ലാ കുണ്ടും കുഴികളും ഒക്കെ കാണാൻ പാകത്തിൽ വെളിച്ചം കയ്യിലുണ്ട്, അത് കത്തിച്ചു വെച്ചിട്ടുണ്ട്. ഫലമ്മ അളഅത് മാ ഹൗലഹു, ആ പ്രകാശം ചുറ്റുഭാഗവും ആ വെളിച്ചം കൊണ്ട് അവന് സുഖസുന്ദരമായി കാണാനും നടക്കാനും മനസ്സിലാക്കാനും ഒക്കെ വഴികളുണ്ടായി. കുറച്ച് കഴിഞ്ഞപ്പോൾ ദഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹ് പ്രകാശം എടുത്തട് കളഞ്ഞു. വതറകഹും ഫീ ളുലുമാതിൻ ലാ യുബ്സിറൂൻ, പിന്നെ കാണാൻ പറ്റാത്ത കോലത്തിൽ ഇരുട്ടങ്ങോട്ടാക്കി കളഞ്ഞു. ഇത് മുനാഫിക്കുകളാണ്, കപട വിശ്വാസികളാണ്. ഒരു വേളയെങ്കിലും നമുക്ക് ഈ ഈമാൻ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഇരിക്കുന്നതും, അതുകൊണ്ടാണ് നമ്മൾ ഈ നിസ്കരിക്കുന്നതും, അതുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ ആളുകളൊക്കെ ഈ രീതിയിലൊക്കെ ഇങ്ങനെ എത്തിപ്പെട്ടതും. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അതൊക്കെ ഒരു പഴഞ്ചൻ, അതൊക്കെ ഒരു പുത്തൻവാദം, അതൊക്കെ ഒരു തൽക്കാലം, അതൊക്കെ 6-ാം നൂറ്റാണ്ടിലെ ഉട്ടോപ്യൻ സിദ്ധാന്തം, ഇതൊന്ന് ഇന്നാട്ടിൽ ഇക്കാലത്ത് ഈ പുതിയ തലമുറക്ക് എന്ന് പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കളയുന്ന ഫലമ്മ അതാ പടച്ചോ ദഹബല്ലാഹു ബിനൂരിഹിം, അള്ളാഹു പ്രകാശം എടുത്തട് കളഞ്ഞാണ്ടല്ലോ. കത്തിച്ച പ്രകാശം, കിട്ടിയ പ്രകാശം, കിട്ടിയ വെളിച്ചം, ആ വെളിച്ചാട് എടുത്തു കളഞ്ഞ കഴിഞ്ഞു കഥ. സുമ്മും ബുക്കുമുൻ ഉമ്യുൻ, അന്ധനും മൂകനും ബധിരനുമായി അവൻ മാറുന്നത് വളരെ എളുപ്പത്തിലാണ്. അള്ളാഹ് ഉദാഹരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ഈ വിശ്വാസത്തെ എത്രമേൽ നെഞ്ചേറ്റണം, ഈ വിശ്വാസത്തിൽ പഴുതുകൾ കടന്നു വരാതെ എത്രമേൽ സൂക്ഷിക്കണം, ഈ വിശ്വാസം കാപ്പട്യമില്ലാതെ എത്രമേൽ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ ഉദാഹരണത്തിലൂടെ നമുക്ക് കാണിക്കുകയാണ്. ഔ കസയ്യിബിൻ മിനസ് സമാഇ ഫീഹി ളുലുമാതും വറഅദും വബർഖ്, അവന്റെ മനസ്സിൽ ശരിക്കും പറഞ്ഞാൽ വല്ലാത്ത ഇടിയും പൊടിയും ആ തരത്തിലുള്ള ആശങ്കകളും സംഘർഷങ്ങളും. അള്ളാഹ് ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു, ഇടിയും മിന്നും കാറ്റുമൊക്കെയായി. യജ്അലൂന അസാബിയഹും ഫീ ആദാനിഹിം മിനസ് സവാഇകി ഹദറൽ മൗത്ത്, ഇപ്പം മരിച്ചു പോകും എന്ന രീതിയിൽ ആ ഇടിവെട്ടിന്റെ, ആ ഇടിമിന്നലിന്റെ, ആ കാറ്റിന്റെ, ആ മഴയുടെ ശക്തി പോലെ ഈമാൻ അവന്റെ മുമ്പിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷേ അവൻ അത് ഉൾക്കൊള്ളാൻ കഴിയാതെ ചെവി പൊത്തിക്കൊണ്ട് അവൻ നടക്കുന്ന ഒരു കാലം മനുഷ്യന്റെ സ്വഭാവ. ഈമാൻ ഉള്ളിൽ നിന്നോട്ട് പോയാൽ പിന്നെ മനുഷ്യന് ഇതൊക്കെ വെറുപ്പായി മാറും. പിന്നെ ആ രീതിയിൽ അവൻ കാണുകയും ചെയ്യും. ഇങ്ങനത്തെ കാപ്പട്യമുണ്ടാകുന്ന മനുഷ്യരുണ്ട്, അള്ളാഹു ഉദാഹരിച്ചതാണ്. ആ കാപ്പട്യത്തെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. കരിമ്പാറ പോലെയുള്ള മനസ്സിന്റെ മനുഷ്യന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്കൊക്കെ കിട്ടേണ്ട ഏറ്റവും വലിയ ഒരു പ്രാധാന്യം, നമ്മൾക്ക് റമദാനും ഈ നിസ്കാരവും ഈ ദാനധർമ്മങ്ങളൊക്കെ നമുക്ക് തരുന്നേണ്ട, നമുക്ക് കിട്ടേണ്ട സൗഭാഗ്യം എന്താണെന്നറിയോ? നമ്മുടെ മനസ്സൊന്ന് വിശാലാകുക, നമ്മുടെ മനസ്സൊന്ന് ഏറ്റവും സുന്ദരവും ഏറ്റവും നൈർമല്യവുമാവുക. അള്ളാൻ്റെ അടുത്ത് നാളെ ചെല്ലുന്ന സന്ദർഭത്തിൽ
റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ. അള്ളാഹിൻ്റെ ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, പഠിച്ചോനെ നാളെ അള്ളാഹുവെ നിന്റെ അവിടെ മഹശറിൽ ഒരുമിച്ച് കൂട്ടുന്ന സന്ദർഭത്തിൽ എന്നെ നീ വഷളാക്കരുതേ, നിന്ദ്യനാക്കരുതേ. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, അവിടെ ഒരു സന്താനമോ സമ്പത്തോ ഒന്നും ഉപകാരപ്പെടാത്ത ഒരു സ്ഥലവും സമയമാണത്. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, നിഷ്കളങ്ക ഹൃദയരായി പടച്ചോൻ്റെ അടുത്ത് എത്തിയവർക്ക് മാത്രമേ അവിടെ രക്ഷയുള്ളൂ. അങ്ങനെ ഹൃദയത്തെ ഏറ്റവും നന്നാക്കി ഏറ്റവും നല്ല നൈർമല്യമുള്ളതാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. എന്നാൽ ചില മനുഷ്യന്മാരുണ്ട്, അള്ളാഹ് ഉദാഹരണം പറയുന്നത് എത്രത്തോളം നോക്കി നിങ്ങൾ. സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക ഫഹിയ കൽ ഹിജാറ ഔ അശദ്ദു ഖസ്വ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ വഇന്ന മിൻഹാ ലമാ യശഖഖു ഫയഖ്റുജു മിൻഹുൽ മാ വഇന്ന മിൻഹാ ലമാ യഹ്ബിതു മിൻ ഖശ്യത്തില്ലാഹ്. ചില മനുഷ്യന്മാരുടെ ഹൃദയം ഉണ്ടല്ലോ കടുകട്ടി പാറ പോലെയാണ്. ആ പാറ പോലെ കടുകട്ടിയുള്ള മനുഷ്യന്മാർ ഞാനും നിങ്ങളുമാണത്. നമ്മളൊക്കെ ചില രംഗത്ത് പെരുമാറുമ്പോൾ നമ്മുടെ ഹൃദയം എങ്ങനെയാണ് നമ്മളൊന്ന് പരിശോധിക്കാനാ. സുമ്മ ഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയം കടുകട്ടിയായിരിക്കുന്നു. കടുകട്ടി, ആ കടുകട്ടിയായ ഹൃദയം, ആ കടുകട്ടിയായ ഹൃദയത്തിന്റെ പ്രത്യേകത കൽ ഹിജാറ, കല്ല് പോലെ. ഔ അശദ്ദു ഖസ്വ, ഇല്ല കല്ലില്ല, കല്ലിനേക്കാൾ ഒന്നുകൂടി കട്ടി. എന്നിട്ടോ വഇന്ന മിന, അല്ലാഹ് തന്നെ പറയാ വഇന്ന മിനൽ ഹിജാറതി ലമാ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, എന്നാൽ ആ പാറന്റെ ഉള്ളിൽ നിന്ന് ചിലപ്പോൾ വെള്ളം പൊട്ടി ഒഴുകാറുണ്ട്. ഇത് അതുമില്ലാന്നേ അല്ലാഹ് പറയാ. കടുകട്ടി പാറക്കുള്ളിൽ നിന്ന് ഉറവജലം ഒഴുകാറുണ്ട്. ഇത് ആ ഉറവ പോലും ഒരു നീര് പോലും ഒഴുകാത്ത കടുകട്ടിയുള്ള മനുഷ്യന്റെ മനസ്സ്. എത്ര വലിയ ഒരു ഉദാഹരണം അത്. ആ പാറക്കെട്ടിനെ കുറിച്ച് നമ്മുടെ മനസ്സ് എത്രത്തോളം വിശാലമാവേണ്ടതുണ്ട്, എന്നാൽ നമ്മുടെ മനസ്സ് എത്രത്തോളം കടുകട്ടിയാണ്. നോക്കൂ നിങ്ങൾ, അള്ളാഹിൻ്റെ അടുക്കൽ ഈ കടുകട്ടിയുള്ള മനസ്സ് ഉള്ള ഒരു മനുഷ്യനെ പടച്ച തമ്പുരാന്റെ അടുക്കൽ സുരക്ഷിതത്വമുണ്ടാവില്ല എന്ന് മനസ്സിലാക്കാൻ ഈ ഉദാഹരണത്തിലൂടെ നമ്മൾ അത് ബോധ്യപ്പെടുകയും ആ ഉദാഹരണത്തിലൂടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജന്തുക്കളോട്, പല മൃഗങ്ങളോട് ഒച്ചയിടുന്ന ആളുകളെ കുറിച്ച് ഉദാഹരണം പറയുന്നുണ്ട്. മസലുൽ ലദീന കഫറൂ കമസലിൽ ലദീ അൻഇകു ബിമാ ലാ യസ്മഉ ഇല്ലാ ദുആഅൻ വനിദാഅ സുമ്മുൻ ബുക്മുൻ ഉംയുൻ ഫഹും ലാ യഅഖിലൂൻ. ചില ആളുകൾ അങ്ങനെയാ. ആട്ടിടയന്മാർ തൻ്റെ ആടിനോ അല്ലെങ്കിൽ ആ മൃഗത്തെയോ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ അവിടെ ഒരു ഒച്ച ഉണ്ടാക്കാറുണ്ട്. യൻഇകു, അവർ സൗണ്ട് ഉണ്ടാക്കുകയാണ്. ആ ഒച്ച ഒരു ഒച്ചയേ ഉള്ളൂ. ഈ മൃഗത്തിന് അറിയില്ല ഇത് എന്താ പറഞ്ഞതെന്നോ, അല്ല ഈ മൃഗത്തിന് അറിയുന്നത് എന്താണ് ഈ സംസാരം എന്നൊന്നോ. ആ ഒച്ച കേട്ടപ്പോൾ തിരിയുന്നു, ആ ഒച്ച കേട്ടപ്പോൾ നിൽക്കുന്നു, ആ ഒച്ച കേട്ടതിനനുസരിച്ച് അങ്ങനെ പോകുന്നു. എന്നാൽ ഇങ്ങനെ ചില ആളുകളുണ്ട്. ഈ ആളുകൾ ഈ പറഞ്ഞതൊക്കെ ഒരു ഒച്ച പോലെ. ഖുർആൻ വളരെ വിശദമായി കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. പക്ഷെ അവിശ്വാസികൾക്ക്, ഈ വിശ്വാസം ഉൾക്കൊള്ളാൻ കഴിയാതെ പുറത്തു നിൽക്കുന്നവർ, ഈ വിശ്വാസത്തിലായിട്ട് പോലും ആ വിശ്വാസത്തെ നിഷേധിക്കുന്നവർ, ഇവരുടെയൊക്കെ മനസ്സിൽ ഇതൊക്കെ ഒരു ഒച്ചമ്പടയാ. ഇപ്പൊ ഈ പ്രസംഗം, ഈ വിശുദ്ധ ഖുർആന്റെ പാരായണം, ഈ കാര്യങ്ങൾ, ഈ നന്മ പറച്ചിലൊക്കെ, അതൊക്കെ ഒരു മനുഷ്യൻ ഇങ്ങനെ വെറുതെ ഒച്ചയിടുന്നുണ്ട്. ആടിനെ തെളിക്കുന്ന ഒച്ച പോലെ. ഈ ആട് എന്താണോ കേൾക്കുന്നത് അതുപോലെ അയാളും കേൾക്കുന്നു. അയാൾക്കുള്ളിലേക്ക് തോന്നും ഇതെന്തിനു പറയുന്നു എന്നോ ഇതെന്താണെന്നോ. നോക്ക് നിങ്ങൾ, ഈ പറച്ചിലും ഈ വിഷയവും ഇതൊക്കെ നമ്മൾ ഇത്ര ഗൗരവപൂർവ്വം ഈ പള്ളിക്കിരുന്ന് എത്രയോ എന്തൊക്കെ സമയങ്ങളും സൗകര്യങ്ങളും പണികളും ഒക്കെ ഉള്ള സമയത്ത് പോലും നമ്മളൊക്കെ ഇത് ഇരുന്ന് കേൾക്കുന്നത് എന്തുകൊണ്ടാ? ഇത് കേവലം ഒരു ഒച്ച കേൾക്കാനാണോ? ഇത് കേവലം ഒരു സൗണ്ട്, ഒരു വലിയ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങോട്ട് തിരിച്ചു അല്ല. ഒരു പടിയിറക്കമുണ്ട് മനുഷ്യന്, തിരിച്ചു പോകാനുണ്ട്. ഇവിടെ വന്നത് നമ്മോട് ചോദിച്ചിട്ടല്ല, അതുപോലെ തന്നെ നമ്മോട് ചോദിക്കാത്ത ഒരു തിരിച്ചു പോക്കുമുണ്ട്. ആ തിരിച്ചു പോകുന്ന സന്ദർഭത്തിൽ സുരക്ഷിതമായി ആ റബ്ബ് എങ്ങനെയാണോ തിരിച്ചു വരാൻ ആവശ്യപ്പെട്ടത് അതുപോലെ തിരിച്ചെത്തണമെങ്കിൽ ഇന്നീ പറയുന്ന ഖുർആനും ഇന്നീ പറയുന്ന വിഷയങ്ങളും ഇന്നീ പറയുന്ന പഠനങ്ങളും നമ്മുടെ മനസ്സിലേക്ക് ഉള്ളിൽ കയറിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തിനും നമ്മുടെ മനസ്സിനും വിശാലത നൽകി ആ റബ്ബിനെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ആ റബ്ബിനോട് അങ്ങേയറ്റത്തെ അടുപ്പമുള്ളവനായി മാറാനാ. അല്ലെങ്കിൽ കേവലം ഒരു ആട്ടിടയനെ പോലെ ആടും അല്ലെങ്കിൽ മൃഗങ്ങളും കേൾക്കുന്ന ശബ്ദം പോലെ കേട്ടങ്ങോട്ടത് അവസാനിക്കുമെന്നല്ലാതെ മറ്റൊന്നും ഉണ്ടാവുകയില്ല. നമ്മളൊരുപാട് ധർമ്മം ചെയ്യുന്നവരാ. ഈ ധർമ്മമൊക്കെ ചെയ്യുമ്പോൾ അതിന് പടച്ചോൻ പുണ്യം കണക്കാക്കുന്നുണ്ട്. നോക്കൂ നിങ്ങൾ, കോടീശ്വരനായ ഒരു മനുഷ്യനും സാധാരണക്കാരനായ ഒരു മനുഷ്യനും ഇവർ രണ്ടുപേരും ധർമ്മം ചെയ്യണമെന്ന ഇസ്ലാമിൻ്റെ നിയമം.
ഈ രണ്ടുപേരും ധർമ്മം ചെയ്യുമ്പോൾ സ്വാഭാവികമായും കോടീശ്വരനായ ഒരു മനുഷ്യൻ ധർമ്മം ചെയ്യുന്നത് പോലെ അല്ലല്ലോ ഒരു സാധാരണക്കാരനായ മനുഷ്യൻ. പക്ഷെ ആ സാധാരണക്കാരനായ മനുഷ്യന്റെ ധർമ്മത്തിന്റെ വില എത്രയെന്ന് നമുക്കറിയോ? പടച്ചോൻ അത് പരിഗണിക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലപ്പോഴും നമ്മൾ ചിന്തിച്ചിട്ടില്ല. നമ്മളൊക്കെ വിചാരിക്കുന്നത് എന്താ? നമ്മൾ വാങ്ങുന്നവരും അവർ കൊടുക്കുന്നവരുമാണ്. ഇങ്ങനെയായി മാറിയിട്ടുണ്ട് സമൂഹം. അല്ല, എൻ്റെ കയ്യിൽ എൻ്റെ ഉപജീവനത്തിന് അവിടെ എന്തൊക്കെ എനിക്ക് എൻ്റെ ഉപജീവനത്തെക്കാൾ ചിലപ്പോൾ പ്രധാനം ഇന്ന് കാണുന്ന ഈ സാഹചര്യമായിരിക്കും, ആ വ്യക്തിയായിരിക്കും. അയാൾക്ക് കൊടുക്കാനുള്ളത് എന്തോ അത് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുന്ന ആ ഹൃദയത്തെ ഉണ്ടല്ലോ, ഒരു കോടീശ്വരനെ പരിഗണിക്കുന്ന പോലെയല്ല പടച്ചോൻ അതിനേക്കാൾ മുകളിലാ പരിഗണിക്കുന്നത് എന്ന് ഖുർആന്റെ ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിൽ തരുന്നുണ്ട്. വിശ്വാസികളെ, മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകളുടെ ഉദാഹരണം. അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക, ഇത് പടച്ചോനെ മുൻനിർത്തിയ, വേറെ ഒന്നും മുമ്പിലില്ല. ഈ കയ്യിലുള്ള പണമുണ്ടല്ലോ, ആ പണം എനിക്ക് ഇന്ന് അത്യാവശ്യമുള്ളതാ, പക്ഷേ ഇല്ല, റഹ്മാനായ റബ്ബ് പറഞ്ഞിടത്ത് എൻ്റെ പണം എത്തട്ടെ. അങ്ങനെ ചെലവഴിക്കുന്നവരുടെ ഉദാഹരണം കമസലി ഹബ്ബ, ഒരു ധാന്യമണി പോലെയാണ്. മനസ്സിലാവും നമുക്ക്, കൃഷിക്കാരാ നമ്മളൊക്കെ. ഒരു ധാന്യമണി പോലെയാണ്. ആ ധാന്യമണിയുടെ പ്രത്യേകത ആ ധാന്യമണിയിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാവുകയാണ്. ഒരു ധാന്യമണിയെ നമ്മൾ മണ്ണിൽ കുഴിച്ചിടുന്നുള്ളൂ. ആ കുഴിച്ചിടുന്ന ആ കതിരിൽ, ആ ധാന്യത്തിൽ നിന്ന് 7 കതിരുകൾ ഉണ്ടാവുകയാണ്. ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബ, ഓരോ കുലയിലും, ഓരോ ഈ പറഞ്ഞ കുലയിലും 100 കണക്കിന് ധാന്യങ്ങൾ ഉണ്ടാവുകയാണ്. നോക്കൂ നിങ്ങൾ, 1 കുഴിച്ചിട്ടപ്പോൾ അത് 7 കതിരുകളായി മാറി. 7 കതിരിൽ 100 കണക്കിന് ധാന്യങ്ങൾ ഉണ്ടായി. എത്രയായി നോക്കൂ നിങ്ങൾ. എന്നിട്ട് പഠിച്ചോ നിർത്തുന്നില്ല. അപ്പോൾ 7 മുതൽ 70 മുതൽ 700 70,000 അങ്ങനെ തുടങ്ങി മുകളിലേക്ക് പോവാണ്. എന്നിട്ട് പഠിച്ചോ വല്ലാ, എന്നാൽ അല്ല ഉണ്ടല്ലോ, നിങ്ങൾ ആ വിചാരിച്ചോടത്തു ആ കണക്കിലും അല്ല നിൽക്കുന്നത്. വല്ലാഹു യുളാഇഫുഹു ലിമൻ യശാ, അള്ളാഹു ഓരോരുത്തരുടെ നീയത്തും മനസ്സും ആ ചെയ്ത സാഹചര്യം ഒക്കെ കണക്കിലെടുത്ത് അതിനേക്കാൾ ഇരട്ടി 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 കൊടുത്തുകൊണ്ടിരിക്കും. വല്ലാഹു വാസിഉൻ അലീം, പടച്ച തമ്പുരാൻ വിശാലമാണ്. പടച്ച തമ്പുരാൻ വിശാലമായി വിവരങ്ങൾ അറിയുന്നവനാണ്, കാര്യങ്ങളൊക്കെ അറിയുന്നവനാണ്. നമ്മുടെ സാഹചര്യം അറിയുന്നവനാ പടച്ചോൻ, നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുന്നവനാ. നോക്കൂ നിങ്ങൾ, ഈ ഒരു ഉദാഹരണം ഒരു മനുഷ്യനെ എന്തിനാ പ്രേരിപ്പിക്കുന്നത്? ഉള്ളതെന്തോ അതിലെന്താണോ ഞാൻ ചെലവഴിക്കേണ്ടത്, ആ ചെലവഴിക്കുന്നത് ഒരാൾക്ക് വേണ്ട മാത്രമല്ല, അല്ലെങ്കിൽ വേണ്ട രീതിയിൽ പര്യാപ്തമാകില്ല. പക്ഷെ അള്ളാൻ്റെ അടുക്കൽ അതിൻ്റെ കണക്ക് എത്രയെന്നറിയോ? നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. ഇങ്ങനെ പടച്ച തമ്പുരാൻ പറഞ്ഞ നിയമാവലികളെ, പടച്ച തമ്പുരാൻ പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളെ, പടച്ച തമ്പുരാൻ നമുക്ക് ഉദാഹരിച്ച ഈ ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞാൽ അതൊരു വലിയ സൗഭാഗ്യമായി നാം കാണുകയും മനസ്സിലാക്കുകയും ചെയ്യണം. മറ്റൊരു ടീമിനെ കുറിച്ച് ഖുർആൻ ഉദാഹരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ, നിങ്ങൾ നിങ്ങളുടെ സ്വതക്കയെ കളയരുത് കേട്ടോ. നിങ്ങളിപ്പോൾ നമ്മളൊക്കെ ഈ ജീവിതകാലത്തൊക്കെ എന്തൊക്കെയോ നന്മ ചെയ്തിട്ടുണ്ട്. ആ നന്മ അവിടെ ഉറച്ചു നിന്നോട്ടെ. ആ നന്മകളെ എടുത്തു പറഞ്ഞുകൊണ്ട് ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങൾ കളയരുതേ എന്ന് ഖുർആൻ. നോക്കൂ നിങ്ങൾ, അന്ന് ഞാൻ എനിക്ക് ചെയ്തു എന്നതിൻ്റെ ഗുണം അപ്പം എനിക്ക് കിട്ടിയതില്ലേ? നിൻ്റെയൊക്കെ രൂപം, സ്വഭാവം, പെരുമാറ്റം ഇതൊക്കെ ഞാൻ അനുഭവിക്കേണ്ടി വന്നു. അന്നൊക്കെ ഞാൻ ചെയ്തില്ലേ? ഈ ചെയ്തതെടുത്ത് പറയുന്ന മന്നി വൽ അദാ, ഒരുത്തന് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓൻ ഇവൻ്റെ മുമ്പിൽ മുണ്ട് താഴ്ത്തിയിടണം, അല്ലെങ്കിൽ ഇയാളുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുക്കണം. ഇയാളെ നിരന്തരമായി ഇയാളുടെ ഒരു സേവകനായി മാറാനാ ഇയാൾ ഇങ്ങനെ പണം കൊടുക്കുന്നത്. ഇങ്ങനെ ഒരു മനുഷ്യനെ ഉപദ്രവിക്കുന്ന, ഇങ്ങനെ എടുത്തു പറയുന്ന, ഇങ്ങനെ ധർമ്മം ചെയ്യുന്ന മനുഷ്യരെ നിങ്ങൾക്കുള്ള ഉദാഹരണം എന്താ അറിയാം? ഞങ്ങൾ കല്ലദി യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങൾ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ ധനം ചെലവഴിക്കുന്ന ആളുകളെ നിങ്ങൾക്കുള്ള ഉദാഹരണം വലാ യുഅ്മിനു ബില്ലാഹ്, അത് അല്ലാഹനെ വിശ്വസിച്ചുകൊണ്ടല്ല നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഉറപ്പാണ്. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിൽ നിങ്ങൾക്ക് ഭയവുമില്ലാത്തത് കൊണ്ടാണ് നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ ഉദാഹരണം ഫമസലുഹു കമസലി സഫ്വാൻ, മസലുഹു കമസലി സഫ്വാൻ, മണ്ണ് മൂടിയിട്ടുള്ള മിനുസമുള്ള ഒരു പാറയെ പോലെയാണ്. ഒരു പാറപ്പുറം, ആ പാറപ്പുറത്ത് ഒരുപാട് മണ്ണുണ്ട്, പക്ഷെ ആ പാറ മിനുസമുള്ളതാണ്. ആ പാറപ്പുറത്ത് അലൈഹി തുറാബ്, അതിന് മുകളിൽ മണ്ണുണ്ട്. ഫഅസാബഹു വാബിലുൻ, ഒരു ശക്തമായ മഴ പാറപ്പുറത്തേക്കാട്ട് പെയ്തു. ഫതറകഹു സൽദ,
അതൊന്നുമില്ലാതെ ആ പാറ അങ്ങോട്ട് മിനുസമുള്ള പാറ കാണാൻ പാകത്തിൽ മണ്ണൊക്കെ അങ്ങോട്ട് ഒലിച്ചു പോയി. നോക്കി നിങ്ങൾ, ഒരു ഉദാഹരണം പറയാ പഠിച്ചു. ഒരു മനുഷ്യൻ ചെയ്ത നന്മയാണ്, ഒരുപാട് മണ്ണിൻ കൂമ്പാരക്കണക്കെ നന്മ ചെയ്തു. പക്ഷെ ആ നന്മ ഒക്കെ എടുത്തു പറഞ്ഞിട്ടും ഉപദ്രവിച്ചിട്ടും അതങ്ങോട്ട് ഇല്ലാതെ ആക്കി പടച്ചോൻ. ഒരു മഴ അങ്ങോട്ട് പെയ്തപ്പോൾ പാറപ്പുറത്തുനിന്ന് മണ്ണൊലിച്ചു പോയതുപോലെ ആ മനുഷ്യന്റെ നന്മ മുഴുവൻ ഒലിച്ചു പോയി. അയാൾ സമ്പാദിച്ച, അയാൾ ചെയ്ത നന്മ ഒന്നും ഒരുക്കു കൂട്ടാൻ കഴിയാത്ത വിധം അങ്ങോട്ട് ഒലിച്ചു പോകും എന്നത്. നോക്കുക, ഈ ഉദാഹരണം പോലെ ഒരു മനുഷ്യന് ചെയ്ത നന്മ പോകാതിരിക്കാൻ, ഒരു മനുഷ്യന് നമ്മുടെ സാഹചര്യത്തിൽ അയാൾക്ക് അത്യാവശ്യമുള്ള ഘട്ടത്തിൽ അയാൾക്ക് വേണ്ടി ഒരു ചെയ്ത നന്മ, ആ നന്മ ഒരു കാരണവശാലും, കാരണം ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, ഒരു വിശ്വാസിയുടെ നിയമവും നിലപാടും അതാണ്. ഞാൻ ഒരാൾക്ക് സഹായം ചെയ്യുന്നത്, നിങ്ങൾക്ക് ഭക്ഷണം തരുന്നത്, ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ, അള്ളാന്റെ വജ്ഹ് മാത്രം പ്രതീക്ഷിച്ചിട്ടാ. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ, നിങ്ങളിൽ നിന്നൊരു നന്ദി വാക്കോ, നിങ്ങളിൽ നിന്നൊരു താങ്ക്സോ, ഒരു പ്രതിഫലോ പ്രതീക്ഷിച്ചിട്ടല്ല. ഇതൊരു വിശ്വാസിയുടെ നിയമമാണ്, നിലപാടാണ്. ആ നിലപാടെടുക്കുന്നതിന് പകരം ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞും ഉപദ്രവിച്ചും കൊണ്ടിരിക്കുന്നവരെ നിങ്ങൾക്കുള്ള ഉദാഹരണമാണ് ഈ പാറപ്പുറത്ത് മഴ പെയ്തപ്പോൾ മണ്ണൊലിച്ചു പോയതുപോലെ. പരലോകത്തേക്ക് ഒന്നും ഉണ്ടാവില്ല, അവിടെ ഉണ്ടാവില്ല, അള്ളാഹു അത് സ്വീകരിക്കുകയില്ല എന്നത്. ഇനിയും കർമ്മങ്ങൾ നഷ്ടപ്പെടുത്തുന്ന മനുഷ്യർ, ഒരുപാട് നന്മകൾ ചെയ്യുന്നു മനുഷ്യന്മാർ. ആ കർമ്മങ്ങളൊക്കെയും അവസാനം ഉപകാരപ്പെടുമെന്ന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഘട്ടമുണ്ട് മനുഷ്യന്. എപ്പോഴാ? ഒരു മനുഷ്യൻ്റെ മരണസന്ദർഭത്തിലാണ്. പടച്ചോനെ, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ഇപ്പം എനിക്ക് വാർദ്ധക്യം പിടിക്കുകയാണ്, മരിക്കാൻ പോവാണ്, ആ നന്മ കൊണ്ട് എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ എന്തായിരിക്കും സ്ഥിതി? നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മൾ 10-60 വയസ്സ് വരെ, 70 വയസ്സ് വരെ, 40 വയസ്സ് വരെ, 30 വയസ്സ് വരെ ഒക്കെ നമ്മൾ ജീവിച്ചിട്ടുണ്ട്. ഈ ജീവിച്ച നമ്മൾ ഒരുപാട് നന്മയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹ് സ്വീകരിച്ച നന്മയായിരിക്കുമോ അത്? അല്ല. അള്ളാഹ് സ്വീകരിച്ചിട്ടും ആ നന്മ നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ മാത്രമുള്ള ധിക്കാരപൂർവമായ ജീവിതം ഇതുവരെ നമ്മൾ നയിച്ചിട്ടുണ്ടോ? എങ്കിൽ ഈ നന്മ അങ്ങോട്ട് പോയിട്ടുണ്ടാകും. അങ്ങനെ ആവശ്യമുണ്ടാകുന്ന, പടച്ചോന്റെ തണലല്ലാത്ത മറ്റൊരു തണൽ കിട്ടാത്ത, മഹ്ശറയിൽ ആകെ മുങ്ങിക്കുളിക്കുന്ന, ഏറ്റവും ഭയാനകമായ നഫ്സി നഫ്സി എന്ന് നമ്മൾ, എൻ്റെ ശരീരം എൻ്റെ നഫ്സ് എന്ന് ഞാൻ പറയുന്ന, ആരും എന്നെ സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടത്തിൽ ഞാൻ ചെയ്ത എൻ്റെ അമലുകൾ എനിക്ക് ഉപകാരപ്പെടണം, അങ്ങനെ ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയിൽ ചെന്നു നോക്കുമ്പോഴോ ഒന്നുമില്ലാത്ത പാപ്പർ. മനിൽ മുഫ്ലിസ് യാ റസൂലല്ലാഹ്, അല്ലെ റസൂൽ സഹാബികളോട് ചോദിച്ചില്ലേ, പാപ്പറായവരെ പോലെ ആകുന്ന ഖുർആൻ ഒരു ഉദാഹരണം പറയുന്നുണ്ട്. അയവദ്ദു അഹദുക്കും അയ്യകൂന ലഹുൽ ജന്ന, നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾക്ക് നല്ലൊരു തോട്ടം ഉണ്ടാവണമെന്ന്? ആ തോട്ടത്തിൽ എന്തൊക്കെയുള്ള? മിൻ നഖീൽ, ഈന്തപ്പനയാൽ സുഭിക്ഷമായ ഒരു തോട്ടം, വഅനാബ്, ഒരുപാട് മുന്തിരികളും മുന്തിരിവള്ളികളും ഒക്കെയുള്ള തോട്ടം, തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, അതിൻ്റെ താഴ്ഭാഗത്തുകൂടെ അതാ സുന്ദരമായ അരുവികൾ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് ആ സുഭിക്ഷമായ തോട്ടത്തിന് ഫലഭൂഷ്ടമായ മണ്ണും അതുപോലെ ഫലവൃക്ഷങ്ങളും ഇഷ്ടം പോലെ ഫലങ്ങളും കിട്ടുന്ന നല്ലൊരു തോട്ടം ഉണ്ടാവാൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഉണ്ട്. നമുക്കൊക്കെ ആഗ്രഹം അതാ. അതൊരു കൺകുളിർമയാണ്, അതൊരു സുരക്ഷിതത്വമാണ്, അതൊരു സന്തോഷം നൽകുന്ന ഒന്നാണ്. എന്നാൽ അങ്ങനെയുള്ള ഒരു മനുഷ്യൻ, ഫീഹാ മിൻ കുല്ലി തമറാത്ത്, എല്ലാ പഴവർഗ്ഗങ്ങളും അതിലുണ്ട്. വഅസാബഹുൽ കിബർ, എന്നിട്ടോ ഇതൊക്കെ ഉണ്ടാക്കിയ ഞാനാ, എന്നിട്ട് ഞാനതൊക്കെ ഉണ്ടാക്കിയിട്ട് ഫഅസാബഹുൽ കിബർ, എനിക്ക് പ്രായം വന്നു, ഞാൻ അങ്ങേയറ്റത്തെ പ്രായത്തിലേക്ക് എത്തി. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയമാണ്, ഞാൻ അങ്ങേയറ്റത്തെ പ്രായത്തിലെത്തി. പ്രായത്തും എൻ്റെ മനസ്സിലൊക്കെ എന്താ ഉള്ളത്? ഈ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്തും മുതലൊക്കെ അവിടെ ഉണ്ടല്ലോ, അൽഹംദുലില്ലാ. എന്നിട്ടോ ആ സ്വത്ത് ഇനി ആർക്കാണ് ഉപകാരപ്പെടേണ്ടത്? വലഹു ദുർരിയത്തുൻ ദുഅഫാ, എൻ്റെ കണ്ണിൻ്റെ കരളായ, എൻ്റെ കണ്ണിലുണ്ണികളായ, ദുഅഫാവുകളായ, ദുർബലരായ എൻ്റെ മക്കളുണ്ട് ഇവിടെ. ആ മക്കളെ നോക്കി ഇങ്ങനെ മരിക്കാൻ കിടക്കുക മനുഷ്യൻ. ഒരു ഉദാഹരണം പറയാം, അല്ലാഹ് നോക്കി നിങ്ങൾ, എത്ര വലിയ ഉദാഹരണം എന്നറിയോ? ഈ മക്കളുടെ മുമ്പിൽ ഇങ്ങനെ ദുഅഫാകളായ, ചില അശരണരായ, പാവപ്പെട്ടവരായ, പണമില്ലാത്ത, സംവിധാനങ്ങളില്ലാത്ത 8-10 മക്കൾ ഇങ്ങനെ ചുറ്റും കിടക്കുമ്പോൾ ഈ ബാപ്പ സുന്ദരമായി മരിക്കാൻ പോവുക. കാരണം എന്താ? മക്കളെ പേടിക്കേണ്ടതുണ്ടാവില്ല, കാരണം നല്ലൊരു തോട്ടമുണ്ട് അവിടെ, സുഭിക്ഷമാണത്. അതുകൊണ്ട് ഈ ദുർബലരായ മക്കൾക്ക് വേണ്ടി ഇട്ടേച്ച് വെച്ച ഒരു സ്വത്തിനെ കുറിച്ച് അങ്ങൾക്കൊരു ഉദാഹരണം പഠിച്ചോ പറഞ്ഞു തരാണ്. എന്നിട്ടോ ആ മരിക്കുന്നതിന് മുമ്പ് തന്നെ ഫഅസാബഹു ബിഹാ ഇഅ്സാർ, ഒരു തീക്കാറ്റ് അങ്ങോട്ട് വന്നു. ആ തോട്ടം ഒന്നായിട്ട് ഫീഹി നാറുൻ ഫഹ്തറഖത്, ആ തോട്ടം കത്തി അങ്ങോട്ട് നശിച്ചു. നിങ്ങൾ ആലോചിച്ച് നോക്കി,
ഒരു പിതാവിന് അവിടെ ഉണ്ടാകുന്നൊരു വേദന, തൻ്റെ മക്കൾക്ക് ഉണ്ടാകുന്ന നിരാശ, ഒരു മനുഷ്യർ അവൻ്റെ മനസ്സിലുണ്ടാകുന്ന വെപ്രാളം, ഇനി എന്ത് എന്ന് ചോദിക്കുന്ന നഫ്സി, പടച്ചോനെ ഇനി എന്ത് എന്ന് ചോദിക്കുന്ന കൈമലർത്തുന്ന രംഗം. കദാലിക്, അതുപോലെ ഒരു ഉദാഹരണമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ജീവിതത്തിൽ ഒരുപാട് നന്മകളൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മൾ. ഈ നന്മ കൊണ്ടൊക്കെ രക്ഷപ്പെടുമെന്ന്, പരലോകം സ്വർഗം കിട്ടുമെന്ന പ്രതീക്ഷയിലുമാണ് നമ്മൾ. പക്ഷേ പരലോകത്തേക്ക് മരണവെപ്രാളത്തിന്റെ സന്ദർഭത്തിൽ ഈ നന്മകളൊന്നും ഉപകാരപ്പെടാത്ത വിധം വേവലാതിയും വെപ്രാളവും പൂണ്ട് മരിക്കുന്ന, എവിടെ പോയി നമ്മുടെ നന്മ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാതി ലഅല്ലക്കും തതഫക്കറൂൻ. ഇല്ല, ആ നന്മയൊക്കെ കത്തിപ്പോയി, ചാമ്പലായിപ്പോയി. എന്തേ? നമ്മുടെ വാക്ക്, നമ്മുടെ പ്രവൃത്തി, ഓരോരുത്തരുടെ പച്ചമാംസം തിന്നത്, അക്കലമാലഹാദ വസഫകഹാദ, അല്ലേ, ഒരുത്തൻ്റെ രക്തം ചിന്തിയത്, മാനം കെടുത്തിയത്, ആക്രമിച്ച് മുതലെടുത്തത്, കവർന്നെടുത്തത്, തൻ്റെ ഹക്കല്ലാത്തത് ഭുജിച്ചത്, ഇതൊക്കെ വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സ്വത്തായിരുന്നു ഇത്. ഈ സ്വത്തിൽ നിന്ന് ഒരു ഹജ്ജ് ചെയ്തോ ഇല്ല, ഒരു ഉംറ ചെയ്തോ ഇല്ല, ദാനധർമ്മം ചെയ്തോ ഇല്ല, നന്മകൾ എന്തെങ്കിലും ചെയ്തോ ഇല്ല, കെട്ടിപ്പൂട്ടി വെച്ചു. ആർക്ക് വേണ്ടി? ദുഅഫാകളായ മക്കളുണ്ട്, ആ മക്കൾക്ക് കിട്ടണം. എന്നിട്ടോ മക്കൾക്ക് കിട്ടിയോ? കിട്ടിയില്ല. പടച്ചോനായിട്ട് നശിപ്പിക്കും. എന്നതുപോലെ നമ്മുടെ അമലുകളെ അള്ളാൻ്റെ അടുത്ത് എത്തി അത് കിട്ടി എന്ന് ഉറപ്പ് വരുത്തണമെങ്കിൽ അള്ളാൻ്റെ കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം കൂടിയായത്. പടച്ചോനെ, 59-60 വയസ്സ് വരെ ഞാൻ ചെയ്തതൊക്കെ പോവരുതേ പടച്ചോനെ, നഷ്ടപ്പെടരുതേ പടച്ചോനെ, അതവിടെ നിൽക്കണേ പടച്ചോനെ, അതെൻ്റെ പരലോകത്തും എൻ്റെ ഖബറിലേക്കും അത് വെളിച്ചമാവണേ പടച്ചോനെ, ഞാൻ അത് നഷ്ടപ്പെടുത്താൻ പാകത്തിലെ വല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ പൊറുത്തു തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കേണ്ട അവസാന നിമിഷം ഇത്. അള്ളാഹു പറയുന്ന ഉദാഹരണം അതിഗംഭീരമായ വിഷയങ്ങളായതൊക്കെ. ഇതൊക്കെ ഖുർആനിലൂടെ നമ്മളിങ്ങനെ പഠിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതവുമായി നമ്മൾ ചേർത്ത് വെച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ പടച്ച തമ്പുരാനോട്, അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്ന, പടച്ച തമ്പുരാനോട് ദൃഷ്ടാന്തങ്ങളൊക്കെ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അതിനൊന്നും വലിയ മതിപ്പും വിലയും കാണിക്കാത്ത, നോക്കൂ നിങ്ങൾ, ഈ പ്രപഞ്ചം മുഴുവൻ നമ്മുടെ മുമ്പിലുണ്ട്. പടച്ചോൻ ഈ രാവും പകലും, ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ് വഖ്തിലാഫിൽ ലൈലി വന്നഹാർ ലആയാതിൽ ലിഉലിൽ അൽബാബ്, ഈ രാപ്പകലുള്ള വ്യത്യാസം, മാറി മറിയുന്ന ഈ സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും നക്ഷത്രങ്ങളുടെയും ഇതിൻ്റെയൊക്കെ ഈ പ്രതിഭാസങ്ങൾ, രാവും പകലും ഒക്കെ വ്യത്യാസപ്പെടുന്നത് ലആയാത്, അള്ളാന്റെ ദൃഷ്ടാന്ത, ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവരെ നിങ്ങൾക്ക് പടച്ചോന്റെ ക്രമങ്ങളായതൊക്കെ. ഇതൊക്കെ മുമ്പിലുണ്ടായിട്ടും ആ ഉണ്ടായിട്ടുള്ള ദൃഷ്ടാന്തങ്ങളെ തിരിച്ചറിയാൻ കഴിയാതെ നായകളെപ്പോലെ നാക്ക് നീട്ടി നടക്കുന്ന മനുഷ്യരെ ഉദാഹരിക്കേണ്ട ഖുർആൻ. കമസലിൽ കൽബ്, ഇങ്ങനെ ഈ ദൃഷ്ടാന്തങ്ങൾ കണ്ടിട്ടും മനസ്സിലാക്കിയിട്ടും അതൊക്കെ എന്തടാ എന്ന് പറഞ്ഞ് നിസ്സാരവൽക്കരിക്കുന്ന, നാവ് തൂക്കി വായ തുറന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന നായയെ ഉദാഹരിക്കുന്നു ഖുർആൻ. ആ ഖുർആൻ നമ്മെ പഠിപ്പിച്ചു തരുന്ന, അള്ളാഹ് ഉദ്ദേശിക്കുകയായിരുന്നെങ്കിൽ നമ്മളൊക്കെ പഠിച്ച ഉയർത്തും. പക്ഷേ നമ്മളായിട്ട് നമ്മൾ അങ്ങോട്ട് താവുകയാണ്. വേണ്ട, ഇവിടെ ശാശ്വതമായി നിൽക്കണം. പടച്ചോൻ പറയുന്നൊന്നും അത് കേട്ടോണം നിർബന്ധമൊന്നുമില്ല. അതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് അന്ന് നോക്കാം. ഇപ്പം തന്നെ ഈ ഒരൊക്കെ നോക്കി 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 ഈ ദുനിയാവിലെ ഈ ജീവിതത്തിൻ്റെ ഇടയിൽ സാരല്ല വിട്ടേക്ക് എന്ന് പറഞ്ഞ് പോവുക. കാരണം തൻ്റെ ഇച്ഛയാണ്, എൻ്റെ ഇഷ്ടം, ഞാൻ എനിക്ക് എന്താ തോന്നുക അത് ചെയ്യുക, അതിലപ്പുറമൊന്നുമില്ല. മരണം വരുമ്പോഴല്ലേ അപ്പം കാണാം ഇങ്ങനത്തെ ധിക്കാരികൾ. നായെ പോലെയാണ് അവൻ. അള്ളാഹ് പറയാ, നമ്മളല്ല, മനുഷ്യനെ പറയുമ്പോഴാ പ്രശ്നം. പക്ഷെ സിട്ടാവായ പടച്ചോന് ഈ സിട്ടികളെ വെച്ചുകൊണ്ട് എങ്ങനെ ഉപമിക്കാം? അതാ അള്ളാഹ് ആദ്യം പറഞ്ഞത്. കമസലിൽ കൽബ്, ആ നായെ പോലെയാണ്. ഇൻ തഹ്മിൽ അലൈഹി യൽഹസ്, നീ ആ നായനെ ആട്ടി ഓടിച്ചാൽ അത് തൊള്ളാട്ടും, നീ അതിനെ വെറുതെ വിട്ടാലും തൊള്ളാട്ടും. നായൻ്റെ ഒരു സ്വഭാവം അതാ, അങ്ങ് തൊള്ളാട്ടി നാവ് കാണിച്ച് അതങ്ങനെ നടക്കും. ഇതുപോലെ നിനക്ക് ഈ ദുനിയാവ് മൊത്തം തുറന്ന് നിന്റെ മുമ്പിലിട്ടിട്ട് നീ ഇങ്ങനെ എന്ത് ഹവയിൽ നടക്കും? അതൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ശക്തിയോ ബുദ്ധിയോ ഇല്ലാതെ അവിശ്വാസത്തിൽ അധപതിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ഉദാഹരണം വിശുദ്ധ ഖുർആൻ സൂചിപ്പിക്കുന്നു. മറ്റൊന്ന്, ഗ്രന്ഥം പേറുന്ന കഴുതയെ നമ്മളെപ്പോഴും പറയാറുണ്ട്. ഖുർആൻ അത് ഉദാഹരിക്കുന്ന അങ്ങനെയാണ്. നമ്മൾക്കൊക്കെ കിട്ടിയ ഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ഈ ഗ്രന്ഥം നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. പക്ഷേ അത് പഠിച്ച തമ്പുരാൻ തൗറാത്തിന്റെ ആളുകളായ ആളുകൾ, അവർക്ക് പറ്റിയ അബദ്ധം വിശ്വാസികളെ നമുക്ക് പറ്റാതിരിക്കാനാണ് അള്ളാഹു ഉദാഹരണം പറയുന്നത്. മസലുല്ലദീന ഹുമ്മിലു തൗറാത്ത്, തൗറാത്തിന്റെ വാഹകരായ ആളുകൾ, മൂസാ നബിയുടെ ആളുകൾ, ആ ആളുകൾക്ക് തൗറാത്ത് കിട്ടി. പക്ഷെ എന്ത് ചെയ്യാനാ? ആ തൗറാത്ത് ഒന്ന് തുറന്ന് മറച്ചു നോക്കിയാലല്ലേ
ആ തൗറാത്തിൽ എന്താ പറയുന്നതെന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നാലല്ലേ അവർക്ക് രക്ഷയുള്ളൂ. കമസലിൽ ഹിമാർ യഹ്മിലു അസ്ഫാറ, കഴുത ഗ്രന്ഥം പേറുന്നത് പോലെ. ഒരു കഴുതൻ്റെ പുറത്ത് ഈ പറഞ്ഞ എല്ലാ സാധനം വെച്ചാൽ വെക്കുന്നതനുസരിച്ച് അത് കൊണ്ടുപോകും. പക്ഷേ ഈ ഗ്രന്ഥത്തിൻ്റെ അകത്ത് എന്താന്നുള്ള കഴുതക്ക് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലല്ലോ. എന്നതുപോലെ മനുഷ്യ, ഈ വിശുദ്ധ ഖുർആനും ഈ പ്രപഞ്ചവും നിന്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നിട്ട പുസ്തകം പോലെ നിന്നെ പഠിപ്പിക്കുന്നു. പടച്ച തമ്പുരാൻ നിന്നോട് സംവദിക്കുന്നു. ഈ സംവാദത്തിലൊന്നും നിനക്കൊരു റോളില്ലല്ലേ. നീ കഴുതയെ പോലെ ഗ്രന്ഥം പേരിങ്ങ നടക്കുക. എന്നിട്ട് എവിടേക്കാ പോകുന്നത്? നോക്കൂ നിങ്ങൾ, എന്താ കിട്ടാനുള്ളത്? ഈ ഭാരം ചുമന്ന് ഇങ്ങനെ പ്രയാസം അനുഭവിച്ച് ഇങ്ങനെ പ്രതിസന്ധിയിലായി ഒന്നുമില്ലാത്തവനെ പോലെ നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഉദാഹരണം നമ്മെ നല്ല ബോധ്യപ്പെടുത്തണം. ഈ പ്രപഞ്ചത്തെ തുറന്നിട്ട പുസ്തകം പോലെ ഇഖ്റ ബിസ്മി എന്ന് പറഞ്ഞ അധ്യാപനം നമ്മെ പഠിപ്പിച്ചത് വായിച്ച് പഠിക്കാൻ തന്നെയാ. ഖുർആൻ അങ്ങനെ ഓതിപ്പോയതുകൊണ്ട് മാത്രം കാര്യമായില്ല, പുണ്യം കിട്ടും. പക്ഷേ എൻ്റെ ജീവിതത്തിന് മാറ്റം ഉണ്ടാവണമെങ്കിൽ ഈ ഖുർആൻ്റെ ആശയങ്ങളെ ഞാൻ കണ്ടറിഞ്ഞ് വായിക്കുക തന്നെ ചെയ്യണം. അത് എഴുതി മനസ്സിലാക്കി പഠിക്കുക തന്നെ ചെയ്യണം. ഈ രീതിയിൽ തിരിച്ചറിവുണ്ടാവണം എന്നതാണ്. 2 മരങ്ങളെ ഉദാഹരിക്കുകയാണ് വിശുദ്ധ ഖുർആൻ. 2 മരങ്ങൾ. അലം തറ കൈഫ ളറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിത്തുൻ വഫർഉഹാ ഫിസ്സമാ. ഒരു മരം, ആ മരത്തിന്റെ പ്രത്യേകത ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമുക്ക്. കലിമതൻ ത്വയ്യിബതൻ, നല്ല വാക്കിന് നല്ല ഒരു ഉദാഹരണം, നല്ല ഒരു മരം പോലെയാണ്, ഒരു വടവൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിൻ്റെ അടിവേര് ആഴത്തിലേക്ക് ആഴ്ന്നിറങ്ങിയിട്ടുണ്ട്. വഫർഉഹാ ഫിസ്സമാ, അതിൻ്റെ പരപ്പ്, മുകൾ പരപ്പ് ആകാശത്തോളം വിശാലമായി കിടക്കുകയും ചെയ്യുകയാണ്. എന്നിട്ടോ തുഅതി ഉകുലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, ഈ വടവൃക്ഷത്തിൻ്റെ ഈ മുകൾ പരപ്പിൽ നിന്ന് ഈ ഫലവൃക്ഷങ്ങൾ, അതിൽ നിന്ന് ഫലങ്ങൾ, കായ്കൾ, തണലുകൾ മറ്റുള്ളവർക്കൊക്കെ ഉപകാരപ്രദമാവുന്ന രീതിയിൽ പടച്ചവൻ്റെ അനുമതിയോടെ ഇങ്ങനെ താഴേക്ക് ഇറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനത്തെ ഒരു വടവൃക്ഷമാവണം മനുഷ്യ നമ്മൾ എന്നതാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ് കലിമത്ത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന എൻ്റെ മനസ്സിൽ കയറിയ ഞാനൊരു വടവൃക്ഷമാവണം എന്നാ പറഞ്ഞത്. ഞാനൊരു വടവൃക്ഷമാവണം. എന്നെ ഏതൊക്കെ പ്രതിസന്ധി എന്നെ മൂടി വലഞ്ഞാലും, ആരൊക്കെ എന്നെ പ്രതിസന്ധിയിലാഴ്ത്തിയാലും, ആരൊക്കെ എന്നെ കളിയാക്കിയാലും, ആരൊക്കെ എന്നെ തകർത്താലും ഈ വടവൃക്ഷം തകരൂല, ആടൂല. ലാ തകൂനി ഇമ്മാഅതൻ മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഹൗലാഇ വലാ ഹൗല. അങ്ങനെ ആവരുത്, കൂടെ കൂടികളാവരുത്. അങ്ങോട്ടും നോക്കും ഇങ്ങോട്ടും നോക്കും, അതും ചെയ്യും ഇതും ചെയ്യും, അതും കടിക്കും ഇതും കടിക്കും, അവിടേക്കും പോകും ഇവിടെയും പോകും, അവിടെയും പ്രാർത്ഥിക്കും. ഇല്ല, ഒരു വടവൃക്ഷം പോലെ കാറ്റിനും കോളിനും ആടി ഉലയാത്ത അതിശക്തമായ വേരുകളാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വേരിൽ ഏറ്റവും ശക്തമായി നിലകൊള്ളുന്ന ഒരു വടവൃക്ഷമാവണം. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വടവൃക്ഷം നമുക്ക് തരുന്നത് എന്താ? വിശാലമായ കൊമ്പും ചില്ലകളുമാണ്. അതിൽ തണലുണ്ട്. ആ തണൽ എന്തൊക്കെയാ? കായ്കനികളുണ്ട്. അവിടെയാണ് അൽ ഈമാനു ബിദ്ഉൻ വസബൂന ശുഅബതൻ നബി പഠിപ്പിച്ചത്. ഈമാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് ഒരാളുടെ ഉള്ളിൽ കയറിയാൽ 10-70 ചില്ലാനം ശാഖകളിൽ വ്യാപൃതനാവണം അയാൾ. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും അതിലേറ്റവും താഴെ നിങ്ങൾ എടുക്കേണ്ട പണി എന്താ? ഇമാതത്തുൽ അദാനി ത്വരീഖ്, വഴിയിലുള്ള മാലിന്യങ്ങൾ നീക്കുക എന്നതും. അതിനിടയ്ക്ക് എന്തൊക്കെയുണ്ട്? യതീം സംരക്ഷണമുണ്ട്, വിധവ സംരക്ഷണമുണ്ട്, സാമൂഹ്യക്ഷേമ പ്രവർത്തനമുണ്ട്, അല്ലേ? ഏറ്റവും പ്രധാനപ്പെട്ടത് ബേസ് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിന്ന ഒരു മനുഷ്യനെ ചെയ്യാനുള്ള പണി എത്രയാ ഉള്ളത്? ഈ വടവൃക്ഷം പോലെ എല്ലാവർക്കും ഗുണം ചെയ്യുന്ന, തണൽ കൊടുക്കുന്ന, ഫലവൃക്ഷങ്ങൾ ഫല കനികൾ കൊടുക്കുന്ന, എന്നാൽ ആടി ഉലയാത്ത, ഒരാളുടെ ആക്ഷേപങ്ങൾക്കും വകവെക്കാത്ത ശക്തമായ പടച്ചോന്റെ മുമ്പിൽ നിലകൊള്ളുന്ന മരം. തിരിച്ച് മറ്റൊരു മരമുണ്ട്, അത് വെറുപ്പുളവാക്കുന്ന, കയ്പുളവാക്കുന്ന, ആടി ഉലയുന്ന, തകരുന്ന മരം. ഇത് ഉദാഹരണമായി നമ്മൾ സൂചിപ്പിക്കുകയാണ്. ഈ രീതിയിൽ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് വിശുദ്ധ ഖുർആനെ മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചേർത്ത് വെക്കുമ്പോൾ അത് നമുക്ക് തരുന്ന ഒരു ധൈര്യമുണ്ടല്ലോ, അതൊരു വലിയ ധൈര്യമാണ്. ഒന്നുകൂടെ, മസലുല്ലദീന ഇത്തഖദൂ മിൻ ദൂനില്ലാഹി ഔലിയാ, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരെ ഔലിയാക്കളായി രക്ഷകരാക്കി വെക്കുന്ന ആളുകളെ നിങ്ങൾക്കുള്ള ഉദാഹരണം കമസലിൽ അൻകബൂത്ത്, 8 വലയെ പോലെയാണ് നിങ്ങൾ 8 വലക്ക് എത്രയാണോ ശക്തി കണ്ടത് അത്രേ അതിനേക്കാൾ ദുർബലമാണ്. അള്ളാഹിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം മറ്റു ഔലിയാക്കളെ തേടി, മറ്റു ജാറങ്ങളിലേക്ക് തേടി, മറ്റു വിശ്വാസത്തിലേക്ക് പോയാൽ അള്ളാഹ് എന്നാ പറയുന്നത്? കമസലിൽ അൻകബൂത്ത്, സൂറത്ത് അൻകബൂത്തിലുള്ള വിഷയമാണത്. 8 വലയോളം അത്രയുള്ള ദുർബലമാണ്. ആ ദുർബലമാണ്. ഇന്ന ഇത്തഖദ ബൈതൻ വഇന്ന ഔഹനൽ ബുയൂതി ലബൈതുൽ അൻകബൂത്ത്.
അങ്കബൂത്തിൻ്റെ വീട് വളരെ ദുർബലല്ലേ, നിങ്ങളത് മനസ്സിലാക്കി. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തെ, ഈ യാഥാർത്ഥ്യത്തെ അള്ളാഹുവിനെ അംഗീകരിച്ചും പടച്ച തമ്പുരാനോട് ഇഷ്ടപ്പെട്ട രീതിയിൽ ജീവിക്കേണ്ടതും അതുപോലെ നന്മയിൽ അടിയുറച്ച് ജീവിക്കേണ്ടതുമൊക്കെയായ വിഷയങ്ങളെ, യാഥാർത്ഥ്യത്തെയും അയാഥാർത്ഥ്യത്തെയും ഒക്കെ വിശദീകരിക്കുന്ന മറ്റൊന്നുകൂടെ, അൻസല മിനസ് സമാഇ മഅ, അള്ളാഹു ആകാശത്ത് നിന്ന് മഴ വർഷിപ്പിച്ചു. ഫസഅലത് ഔദിയത്തും ബിഖദരിഹ, ആ മഴവെള്ളം പല തായ്വരകളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ മാറി. അവിടെ ബിഖദരി ഫഹ്തമലത്ത് സൈൽ, അവിടെ നുരയും പതയുമായി കുറച്ച് ആ നുരയും പതയും അവിടെ ഉണ്ടാവുകയും ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ ഈ ഇരുമ്പ് ഉരുക്കുമ്പോഴും അത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോഴും അവിടെയുണ്ടാവും, അത് ചൂടാക്കി അത് വെള്ളം ഒഴിക്കുമ്പോൾ അവിടെയും നുരയും പതയും. ഈ നുരയും പതയും പോലെ യാഥാർത്ഥ്യത്തെയും സത്യത്തെയും അസത്യത്തെയും ശരിക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട് എന്ന് ഖുർആൻ. എന്നിട്ട് കദാലിക യദ്രിബുല്ലാഹുൽ ഹഖ്ക വൽ ബാത്തിൽ, ഈ അള്ളാഹു ഹക്കും ബാത്തിലും തിരിച്ചറിയാൻ മാത്രം നമ്മെ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഈ നുരയും പതയും അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞാൽ കുമിളയായിട്ട് പൊട്ടിയായിട്ട് പോകും. പക്ഷേ മനുഷ്യർക്ക് ആവശ്യമുള്ളത് ഭൂമിയിൽ തങ്ങി നിൽക്കുകയും ചെയ്യും. വെള്ളം ഭൂമിയിൽ തങ്ങി നിൽക്കും, നുരയും പതയും പോവുകയും ചെയ്യും. നമ്മൾ ഈ വിശ്വാസത്തെ, ഈ ജീവിതക്രമത്തെ, ഈ ദീനിനെ, ഇതിൻ്റെ വശങ്ങളെ നമ്മൾ രണ്ടായി തിരിച്ച് മനസ്സിലാക്കണം. അതിൽ ഹൈറും നന്മയും തിന്മയും അതുപോലെ സത്യവും അസത്യവും ഇതൊക്കെ വേർതിരിച്ച് കൃത്യമായും ഇത്തരം ഉദാഹരണങ്ങളിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി മുമ്പോട്ട് പോയിട്ടില്ല എങ്കിൽ നമ്മൾ പതറിപ്പോകും. നമുക്ക് ഈ വിശ്വാസത്തെക്കുറിച്ച്, അള്ളാഹ് ഇത്രമേൽ കൃത്യമായി പഠിപ്പിച്ച ഈ ദീനിനെ കുറിച്ച് ബോധ്യപ്പെടാതെ, പ്രവാചകൻ ജീവിച്ച് കാണിച്ചു തന്ന ഈ ദീനിനെ തിരിച്ചറിയാതെ പോകുന്ന ഒരു വലിയ ദുരന്തം നമ്മളിൽ ഉണ്ടാകും. അവിടെ നാം സൂക്ഷിക്കേണ്ടതുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ലഹു ദഅവത്തുൽ ഹഖ്, അള്ളാഹുവിനാണ് പ്രാർത്ഥനയ്ക്ക് അധികാരമുള്ളത്. അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാനും ആരാധിക്കാനും ഒരു വിശ്വാസിക്ക് പാടുള്ളൂ. വല്ലദീന യദ്ഊന മിൻ ദൂനിഹി, അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന ആളുകളെ ലഹും ബിശൈഇൻ ഇല്ലാ കബാസിതി കഫൈഹി, അവൻ മരുഭൂമിയിൽ ഒരു കിണർ കണ്ടു. ആ വെള്ളം അവന് മുക്കിയെടുക്കാനുള്ള കയറോ ആ വെള്ളം കിട്ടാനുള്ള ഒരു സംവിധാനവുമില്ല. പക്ഷെ അവൻ കൈ നീട്ടിയിട്ട് എന്ത് കാര്യം? ആ കൈ നീട്ടുന്നവനെ പോലെ, അള്ളാഹിൻ്റെ മുമ്പിൽ കൈ നീട്ടുന്നത് പോലെ മറ്റുള്ളവരുടെ മുമ്പിൽ കൈ നീട്ടിയാൽ നിങ്ങൾക്ക് ദാഹം മാറുന്ന ആ വെള്ളം കിട്ടൂല എന്ന് പറഞ്ഞാൽ ഉത്തരം കിട്ടൂല. അതുകൊണ്ട് ആ രീതിയിലൂടെ നിങ്ങൾ പടച്ച തമ്പുരാനെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഉത്തരം തരുന്ന ഒരു പടച്ചോൻ ഇവിടെയുണ്ട് എന്നത് നമുക്ക് ബോധ്യപ്പെടുത്തുന്നു. മറ്റൊരു ചെറിയ ഉദാഹരണം കൂടെ, യാ അയ്യുഹന്നാസ്, മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ട് അള്ളാഹ് ഖുർആനിൽ എല്ലാ മനുഷ്യരെയും വിളിച്ച് പറയാ. ലൂരിബ മസലുൻ, ഒരു ഉദാഹരണം കൂടി പറയാ. ഫസ്തമിഉ ലഹു, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കൂ. ഇന്നല്ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ്, അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരോട് നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശക്തികളുണ്ടല്ലോ, നിങ്ങൾ വലിയവരായി കാണുന്ന ശക്തികൾ, ലൻ യഖ്ലുഖു ദുബാബ, ഒരു ചെറിയ ഈച്ചയെ പോലും അവർ സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. അത് ഓർക്കണം നിങ്ങൾ. വലൗ ഇജ്തമഉ ലഹു ഫയസ്ലുബുഹും ദുബാബ് ലൻ യഖ്ലുഖ മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖു ദുബാബ വലൗ ഇജ്തമഉ ലഹു, നിങ്ങൾ എന്തൊക്കെ അവരെ എല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ സൃഷ്ടിക്കാൻ അവർക്ക് കഴിയില്ല. ഇനി വയസ്ലുബുഹും ദുബാബ്, ആ ഈച്ചയെങ്ങാനും ഇനി അവരിൽ നിന്ന് വല്ലത് തട്ടിയെടുത്താലോ ആ സാധനം ലാ യസ്തൻഖിദുഹു, അത് തിരിച്ചു കൊണ്ടുവരാനുള്ള ശക്തി പോലും ആ ശക്തികൾക്കില്ല. ലൗഫ താലിബു വൽ മത്ലൂബ്, തേടുന്നവനും തേടപ്പെട്ടവനും ദുർബലരാണ് എന്ന ബോധം. ഇങ്ങനെ ഈ ഉദാഹരണങ്ങളിലൂടെ കടന്നു പോകാൻ, അങ്ങനെ പടച്ച തമ്പുരാനെ കണ്ടെത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. സർവശക്തനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിൽ വിശിച്ചിട്ടുള്ള, വിശാലമായി വച്ചിട്ടുള്ള ഈ പ്രപഞ്ച സത്യങ്ങളെ ഓരോന്നും എൻ്റെ ജീവിതത്തിൽ കണ്ണോടിച്ച് നോക്കേണ്ടതും അതിലേക്ക് ഞാൻ കയറി ചെല്ലേണ്ടതും, എന്നിട്ട് അതിൻ്റെ സത്യാസത്യങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ സത്യങ്ങളെ തിരിച്ചറിയുകയും അതിൻ്റെ മിഥ്യാധാരണകളെ നമ്മൾ തിരുത്തി കൊടുക്കുകയും, ആളുകളൊക്കെ പലതിനെയും പലതായി ചിത്രീകരിക്കുകയും പലതിനെയും പല രൂപത്തിൽ ഇകഴ്ത്തുകയും പലതിനെയും പല ആളുകളെ ഇടയിലും മോശമാക്കി കാണിക്കുകയും എന്നിട്ട് സിട്ടാവായ റബ്ബിനെ വളരെ മോശമായി ചിത്രീകരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള ഉദാഹരണങ്ങൾ വെച്ചുകൊണ്ട് കൃത്യമായും പടച്ചവനെ തിരിച്ചറിഞ്ഞും മറ്റുള്ളവർക്ക് തിരിച്ചറിയാനുള്ള സമയവും സാഹചര്യങ്ങളും ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ശക്തമായ വിശ്വാസിയായി നിലയുറപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. നമ്മുടെ ഇഹലോക ജീവിതത്തിൻ്റെ വിജയത്തിനും പരലോകത്തിൻ്റെ ഏറ്റവും പടച്ച തമ്പുരാൻ തരാമെന്നേറ്റ സ്വർഗപ്രവേശനത്തിനും അത് അനിവാര്യമാണ്. ആ രീതിയിൽ റഹ്മാനായ റബ്ബിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ നാം ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും കുറവുകളും അള്ളാഹുവെ
നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരണമേ നാഥ. അള്ളാഹുവെ, ശാരീരിക മാനസിക സാമ്പത്തികമായ ഒരുപാട് പരീക്ഷണങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരാ ഞങ്ങളൊക്കെയും. അള്ളാഹുവെ, നിൻ്റെ അപാരമായ കാരുണ്യം കൊണ്ട് സ്വസ്ഥമായ സുരക്ഷിതമായ ശാന്തമായ ജീവിതം കെട്ടിപ്പടുക്കാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാഹ്. രോഗികളായ മാതാപിതാക്കളുണ്ട് ഞങ്ങൾക്ക്, രോഗികളായ ആളുകൾ, ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ, ഇണകൾ, മക്കൾ, പടച്ചവനെ അവർക്കൊക്കെ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളും പല രോഗങ്ങളാൽ പിടിപെട്ട് പ്രയാസം അനുഭവിക്കുന്നവരാണ്. അള്ളാഹുവെ, എല്ലാം ശിഫ നൽകി ആരോഗ്യത്തോടെ ഈമാനോടെ ഇസ്സത്തോടെ ജീവിച്ച് മരിച്ചു പോകാൻ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ. ഞങ്ങളിൽ മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ നാഥ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അശാന്തിയുടെ പുകപടലങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട്. യുദ്ധഭീതിയും യുദ്ധഭ്രാന്തും ഒക്കെയായി കഴിയുന്ന ആളുകളുണ്ട്. അർഹമുർ-റഹീമായ അല്ലാഹ്, ഇവരുടെയൊക്കെ ഇടയിൽ സമാധാന ജീവിതം നയിച്ച് മുമ്പോട്ട് പോകാനുള്ള തൗഫീക്ക് എല്ലാ ജനതക്കും നീ പ്രദാനം ചെയ്യണമേ നാഥ. ഈ ഈമാനോടെ ഇസ്സത്തോടെ ജീവിച്ച് മരിച്ചു പോകാൻ ലോകത്തുള്ള മുഴുവൻ വിശ്വാസികൾക്കും നീ തൗഫീക്ക് പ്രദാനം ചെയ്യണമേ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.